എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചിപ്പോഴേ തുടങ്ങാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വർഷം MBBSന് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തം എക്സാംസ് അല്ലെങ്കിൽ അത് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, അനാട്ടമി ആയാലും ഒക്കെ വലിയ 4-5 വോളിയം ഉണ്ട്. ഫിസിയോളജി ഒക്കെ ഒരു വലിയ ടെക്സ്റ്റ് ആണ്. ബയോ കെമിസ്ട്രിയും അതേ കണക്ക് ഒരു വലിയ ടെക്സ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയില്ല എന്തൊക്കെ പഠിക്കണമെന്ന്. നമ്മൾ ആദ്യമായിട്ട് ഒരു ക്ലാസ്സിൽ MBBSന്റെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഈ ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഒരു മാഡം ഒരു പരീക്ഷയൊക്കെ ഇട്ടാൽ നമുക്ക് ഒന്നും തന്നെ ഏതാ പഠിക്കേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു ടെക്സ്റ്റിൽ തന്നെ ഇഷ്ടം പോലെ ടോപ്പിക്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് പഠിച്ചാലാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുക എന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കണല്ലോ, ഇല്ലേ നമ്മൾ ഫെയിൽ ആവും. അതേപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ 10+2 ഒക്കെ പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാവുന്ന പോലെയല്ല നമ്മളുടെ യൂണിവേഴ്സിറ്റി ആയാലും ഇന്റേണൽസ് ഒക്കെ നമ്മൾ പാസ്സാവാൻ ഭയങ്കര പാടാണ്. 3 ഇന്റേണൽ ആണ് വരുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പം മിനിമം നമ്മൾ ഒരു ഇന്റേണലെങ്കിലും പാസ്സായിരിക്കണം. ആ ഒരു ഇന്റേണൽ എന്ന് പറയുന്നത് തന്നെ പാസ്സാവാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന ടോപ്പിക്സ് അവരെ എക്സാമിന് ചോദിക്കണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് അത് എഴുതാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറുതെ കിടന്ന് നമുക്കുണ്ടല്ലോ +2നൊക്കെ നമ്മൾ വെറുതെ അറിയില്ലെങ്കിലും കിടന്ന് തള്ളുമല്ലോ. അങ്ങനെ നമുക്ക് പറ്റില്ല. നമുക്കറിയെങ്കിൽ കോൺസെപ്റ്റ് അറിയും മാത്രമേ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് എടുക്കുന്ന ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില കുട്ടികളുണ്ടാവും ഏതോ 2 ടോപ്പിക്കേ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് രണ്ടും ചോദിച്ചാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റും. അതേസമയം നമ്മൾ എല്ലാം ടോപ്പിക്കും പഠിച്ചു, ഏതെങ്കിലും ഒന്നേ വിട്ടുപോയിട്ടുള്ളൂ, അത് എസ് ആയിട്ടൊക്കെ വന്നാൽ നമുക്കത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഗൈഡിനെ കുറിച്ചാണ്. ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്സ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള ബുക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് അല്ലാതെ എന്തൊക്കെ ട്രിക്സ് ആൻഡ് ടിപ്സ് യൂസ് ചെയ്യാം എന്നും കൂടി ഞാൻ പറയുന്നുണ്ട് ഓരോ സബ്ജക്റ്റിനും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഗൈഡിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പണ്ട് നമ്മൾ LP UP ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു ഗൈഡായിരുന്നു ലേബർ ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈസ്കൂളൊക്കെ ഹയർ സെക്കൻഡറി ഒക്കെ എത്തുന്ന സമയത്ത് വേറെ ഗൈഡായിരിക്കും. പിന്നെ നമ്മൾ നീറ്റിനൊക്കെ പോകുന്ന സമയത്ത് പല പബ്ലിഷേഴ്സ് ഉണ്ടാവില്ലേ, MTG അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒത്തിരി പബ്ലിഷേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബുക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതേപോലെ തന്നെയാണ് MBBSനും ഒരു ഗൈഡ് ഉണ്ട്. ഒന്നല്ല, കുറെ ഗൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഗൈഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗൈഡ് എന്താണെന്ന് ഉദ്ദേശിച്ചാൽ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് അല്ലാതെ വേറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാൻ ചൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നീറ്റ് പോലെ തന്നെയാണ്, നമ്മൾ പ്രീവിയസ് ഇയറിലാണ് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ പണ്ട് നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് സാറുമാര് പറയില്ലേ, നിങ്ങൾ പ്രീവിയസ് ഇയർ ഫോക്കസ് ചെയ്യും. അതേ കണക്കാണ് MBBSന്. എപ്പോഴും ഏറെക്കുറെ ഒരേ പാറ്റേൺ ആണ് വരിക. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയിരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിലും അല്ലെങ്കിൽ മറ്റു പല സൈറ്റിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും ഓർഡറിൽ കിട്ടത്തില്ല, അല്ല എല്ലാ വർഷത്തെയും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും നമുക്ക് കിട്ടില്ല. അത് എപ്പോഴും നമ്മളൊരു ബുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ബുക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഡെസിഫർ ആണ്. ഡെസിഫർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വർഷത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ ഫസ്റ്റ് ഇയറിലെ ബുക്ക് കാണിച്ചു തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഫസ്റ്റ് ഇയറിലെ ബുക്കൊക്കെ ഞാൻ എന്റെ ജൂനിയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ എല്ലാ ഗൈഡും ഞാൻ ജൂനിയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാനായിട്ട് എന്റെ കയ്യിൽ ബുക്കില്ല. ഇതെന്റെ ഫൈനൽ ഇയറിന്റെ ഡെസിഫർ ആണ്. ഇതേപോലെ തന്നെയാണ് ഫസ്റ്റ് ഇയറിന്റെ ഡെസിഫറും, ഒരു വ്യത്യാസമില്ല. ഈ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. സെയിം ബുക്കാണ്. ഇതേ കണക്കാണ് അതിന്റെ ഉള്ളു കാണാനിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് പിന്നെ എന്റെ ഫൈനൽ ഇയറിന്റെ ഡെസിഫർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പൊ ഡെസിഫറിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്കുള്ള എല്ലാ ടോപ്പിക്കും അവരിങ്ങനെ കറക്റ്റ് ആയിട്ട്
കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എന്ന് പറയാൻ KU എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, അല്ലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു ടോപ്പിക്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും ഒരു തറവായിരിക്കണേ നമ്മൾ എല്ലാത്തിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ KU, അതായത് കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അത് എന്തായാലും ചോദിക്കും. അതായത് ഇതിലെ KU ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ളതൊന്നും നോക്കാൻ സമയം കിട്ടില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് KU എങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ ഇപ്പോഴേ പല കുട്ടികളും അനാട്ടമി ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ കുറെ കുട്ടികൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ഇതിലെ KU പഠിച്ചിട്ട് പോവാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ചോദിക്കുക, നിങ്ങൾ KU പഠിച്ചോ എന്ന് ചോദിക്കും. അതായത് KU ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിലെ KU എഴുതിയിട്ടുള്ള ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുവാണെങ്കിലും ഇതെങ്കിലും പഠിച്ചിരിക്കുക. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഫൈനൽ ഇയറിന്റെ ഡെസിഫർ. ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഇയറിലെ ഡെസിഫറും വരുന്നത്. ഓരോരോ സബ്ജക്റ്റ് കൊടുക്കും, അതിനടിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്, അതിനടിയിൽ ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ ഓരോരോ ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ അത് ഏതൊക്കെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു സബ്ജക്ട് കഴിഞ്ഞ് നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഇതുപോലെ വലിയൊരു പേജിൽ ആ ഒരു സബ്ജക്റ്റിന്റെ പേരും ഉണ്ടാവും. സോ ഇതേപോലെ നിങ്ങളുടെ സബ്ജക്ട്, അതായത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ആ ഓരോ സബ്ജക്റ്റിന്റെ അണ്ടറിലും വരുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഡെസിഫർ എന്ന് പറഞ്ഞ ബുക്ക്. ഇനി നമുക്ക് ഇത് എങ്ങനെ മേടിക്കാന്നാണ്. ആക്ച്വലി ഞങ്ങളിത് ക്ലാസ്സിൽ ഒന്നിച്ച് എല്ലാ കുട്ടികളുടെ നമ്പർ എടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ് റെപ്പ് ഓർഡർ ചെയ്താണ് ഈ ബുക്ക്. അപ്പം ഇത് അല്ലാതെ നമുക്ക് മേടിക്കാനായിട്ട് ഇപ്പം ഇതിലൊരു ഫോൺ നമ്പർ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ ഞാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മുടെ കോളേജിലെ ഇന്റേണൽസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇതാണ് കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജിലും കുട്ടികൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, നല്ലൊരു ഗൈഡ് പറഞ്ഞിരുന്നു വെച്ചപ്പോൾ അവൾ എനിക്ക് ഈ ബുക്ക് പറഞ്ഞു തന്നത്. അവൾ LSRൽ പഠിക്കുന്നതാണ്, അവളാണ് എനിക്ക് ഈ ബുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അവളാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, നിന്റെ ഇന്റേണൽസ് ചെയ്യുന്ന ബുക്ക് അല്ലേ ഇത്. അപ്പോഴാണ് ഞാനും അറിയുന്നത് കേട്ടോ. അപ്പം ഒപ്പം തന്നെ ഇതിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ട്രാവൻകൂറിലെ ഒരു ചേച്ചിയാട്ടോ, ഫാത്തിമ നസ്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതാണ് ഈ ബുക്ക്. ഈ ബുക്കിന്റെ നമ്പർ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബുക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ നിങ്ങളുടെ എല്ലാ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ വേറൊരു ബുക്കാണ് ലൂമിനിയർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡെമോ കാണിക്കാൻ എന്റെ കയ്യിൽ ബുക്ക് ഇല്ല, ഞാനത് ജൂനിയേഴ്സിന് കൊടുക്കും. എന്റെ കയ്യിൽ ഇപ്പൊ ഫൈനൽ ഇയറിൽ ആ ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചു നോക്കിയപ്പം അവിടെ ആ ചേച്ചി ഫോൺ എടുത്തില്ല. അപ്പം പിന്നെ എനിക്ക് മേടിക്കാൻ വേണ്ടി പറ്റില്ല. ലൂമിനിയർ എന്ന് പറഞ്ഞ ബുക്കും ഭയങ്കര നല്ലതാണ്. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ബുക്കാട്ടോ. അതിലും ഇതേപോലെ തന്നെ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ബ്രാക്കറ്റിൽ നമ്മൾ പേജ് നമ്പറും കൊടുക്കും. അത് ഈ ക്വസ്റ്റ്യൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ് ഉള്ളതെന്നും കൊടുക്കും. അപ്പം ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ആ പേജ് നമ്പർ മാത്രം മറിച്ചിട്ടാൽ മതി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അത് എനിക്ക് ഭയങ്കര അന്ന് കൺവീനിയന്റ് ആയിരുന്നു. കാരണം നമുക്ക് ഇത് തപ്പണം, ഇതൊക്കെയാണ് നമ്മൾ തപ്പണം, ഈ ടോപ്പിക് എവിടെയാ ആ ടോപ്പിക് എവിടെയും. പക്ഷെ മറ്റേത് പേജ് നമ്പർ ബ്രാക്കറ്റ് കൊടുക്കും. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, അല്ലാതെ ഇമ്പോർട്ടന്റ് അവർക്ക് തോന്നിയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര വലുതാണ്. പക്ഷെ അത് പഠിച്ചാൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഭയങ്കര മാസ്റ്റർ ആയിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റിങ്ഷൻ വേണം, എല്ലാം അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പർ ആവണം എന്നൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ലൂമിനിയർ ആയിരിക്കും നല്ലത്. പ്ലസ് ഡെസിഫർ ഇമ്പോർട്ടന്റ് ആട്ടോ. എനിക്ക് ഡെസിഫർ ഭയങ്കരമായിട്ടും നല്ലതാന്ന് തോന്നി. കാരണം എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ വേറെ ഒന്നും കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എങ്കിലും കവർ ചെയ്ത് പോകുന്നതാണ് എക്സാംസിന് ഏറ്റവും നല്ലത്. അല്ലാതെ ഒത്തിരി ഗൈഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. വേറെയും കുറെ ഗൈഡിന്റെ പേര് എൻ്റെ അടുത്ത് മറന്നുപോയി. പക്ഷെ ഒത്തിരി ഗൈഡ് എനിക്ക് അന്ന് അറിയായിരുന്നു. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അതാണോ ഇതാണോ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം വാങ്ങിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള 2 ഗൈഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഡെസിഫർ ആണ്, രണ്ടാമത് ലൂമിനർ ആണ്.
അപ്പം ഇതല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേറെ എന്തൊക്കെ ട്രിക്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അനാട്ടമിയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ 4 ഫിഗർ വരച്ചു വെക്കുക. അത് ആ ഒരു ടോപ്പിക്കിന് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫിഗർ കാണും, ജസ്റ്റ് ഫിഗർ വരച്ചു വെക്കുക. അതിന് നമ്മൾ ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്നൊന്നുമില്ല. ഒട്ടും വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും പറ്റുന്ന രീതിയിൽ ചിത്രം വരച്ചാൽ മതി. അല്ലാതെ ഭയങ്കര നമ്മൾ ചിത്രത്തിന്റെ ഭംഗിക്കല്ല അവർ മാർക്ക് ഇടുന്നത്, ചിത്രത്തിൽ എല്ലാം ഉണ്ടോ എന്ന് നോക്കും. അതായത് ഒരിപ്പോ പൂ വരയ്ക്കുകയാണെങ്കിൽ അതിന് എതളുണ്ടോ ഇലയുണ്ടോ എന്ന് അങ്ങനെയുള്ള, അല്ലാതെ പൂവിന്റെ ഭംഗി അല്ല നോക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ അനാട്ടമിയിൽ നമ്മുടെ ചിത്രത്തിന്റെ ഭംഗിയിൽ ഉപരി അവർ നോക്കുന്നത് ചിത്രത്തിൽ എല്ലാം ഉണ്ടോ, അത്രേ ഉള്ളൂ. ഫിസിയോളജി സ്കോർ ചെയ്യാനുള്ള എനിക്ക് ഏറ്റവും എളുപ്പമാർഗം തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ വാരി വലിച്ചെഴുതാതിരിക്കുക. ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നു, ഞാൻ എല്ലാം ഫ്ലോ ചാർട്ട് ആയിരുന്നു. ഞാൻ എന്തും ഇങ്ങനെ ഏറോട്ട് ചെയ്ത്, അപ്പൊ എന്റെ ഒരു പേജിൽ 4-5 ലൈനേ ഉള്ളൂ, മൊത്തം വലിയ വലിയ ഏറോ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ എക്സാമിനേഴ്സിന് വായിക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പൊ അവരത് പെട്ടെന്ന് മാർക്ക് ഇട്ടങ്ങ് പോകും. കാരണം ഇപ്പം ഡിജിറ്റൽ വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ, അതായത് നമ്മൾ പേപ്പർ കമ്പ്യൂട്ടറിലാണ് അവർ വാല്യൂറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വലിയ വലിയ വരികളൊന്നും അവർക്ക് വായിക്കാൻ തന്നെ മൂടുണ്ടാവില്ല. അപ്പൊ അവര് കുറച്ച് വായിച്ച് നമുക്ക് അത്രയും മാർക്കും തരുള്ളൂ. മറ്റേ ഫ്ലോ ചാർട്ട് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, അപ്പൊ അവര് മാർക്ക് ഇട്ടങ്ങ് പോകും. അങ്ങനെയായിരുന്നു ഫിസിയോളജി. പിന്നെ ബയോകെമിസ്ട്രി വേറൊരു ട്രിക്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എഴുതി വെക്കുക. ബൈഹാർട്ട് ചെയ്യുക, എഴുതി വെക്കുക. കാരണം ബയോകെമിസ്ട്രി എൻറ്റയർലി ബൈഹാർട്ടാണ്. ബാക്കിയുള്ളതാണ് നമ്മൾ കുറച്ചുകൂടി പഠിച്ച് ഓർത്തെടുത്ത് എഴുതുന്നത്, മറ്റേത് എൻറ്റയർലി ബൈഹാർട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.